അപ്പൻ്റെ കാണാതായ കഴുതകളെ അന്വേഷിച്ചിറങ്ങിയ ശൗൽ ഒടുവിൽ എത്തിച്ചേർന്നത് ശൗമേൽ പ്രവാചകന്റെ അടുക്കലാണ്. അന്ന് രാത്രി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അതികാലത്ത് ശൗൽ പോകുവാനായി തയ്യാറെടുത്ത് യാത്രയായി. അവനെ യാത്രയയക്കുവാൻ ശൗമേലും കൂടെ പോയി. അവർ പട്ടണത്തിൻ്റെ അറ്റത്ത് എത്തിയപ്പോൾ ശൗമേൽ ശൗലിനോട് പറഞ്ഞതത്രേ. ശൗമേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഭൃത്യൻ മുൻപേ കടന്നു പോകുവാൻ പറക. ബട്ട് യു സ്റ്റേ ഹിയർ ഫോർ എ വൈൽ സോ ദാറ്റ് ഐ മേ ഗീവ് യു എ മെസ്സേജ് ഫ്രം ഗോഡ്. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക. മനുഷ്യരായ എല്ലാവരും തന്നെ ഓരോ വിധത്തിലുള്ള തൊഴിലുകളിൽ, ജീവിതചര്യകളിൽ വ്യാപൃതരാണ്. ആർക്കും തന്നെ ഒന്ന് നിൽക്കുവാനോ വേണ്ടുന്ന വിശ്രമമെടുക്കുവാനോ കഴിയുന്നില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഓടുന്ന മനുഷ്യർ, എന്തിനെയൊക്കെ വേണ്ടി ഓടുന്ന ഓട്ടം, പണം സമ്പാദനത്തിനായി, കുടുംബകാര്യങ്ങൾക്കായി, വ്യക്തിപരമായ കാര്യങ്ങൾക്കായി, അങ്ങനെ പലവിധമായ ജീവിതാവശ്യങ്ങൾക്കായി മനുഷ്യർ പരക്കം പായുന്നു. നമ്മിൽ പലരും ഇതേ അവസ്ഥയിൽ വിശ്രമമില്ലാതെ ഓടുന്നവരാണ്. ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥമായി ചിന്തിക്കുവാനോ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് കേൾക്കുവാനോ പലപ്പോഴും കഴിയാതെ പോകുന്നു. അങ്ങനെയുള്ളവരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക. അതിന് നാം കൊണ്ടു നടക്കുന്ന ഭൃത്യന്മാർ ഒരു തടസ്സമാണ്. അവരെ അകറ്റി നിർത്തുക, എന്നിട്ട് തനിയെ ഒന്നു ശേഷിക്കുക. നമ്മോട് മാത്രമായി ചില കാര്യങ്ങൾ ദൈവത്തിന് ഇന്ന് സംസാരിക്കുവാനായിട്ടുണ്ട്. നീ ഇങ്ങനെ അപ്പൻ്റെ കഴുതകളെയും അന്വേഷിച്ച് അവിടെയും ഇവിടെയും നടന്ന് ജീവിതം പാഴാക്കി കളയുവാനുള്ളവനല്ല. കർത്താവ് തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതായിരുന്നു ശൗലിനോട് ശൗമേൽ പ്രവാചകൻ അരുളി ചെയ്തതും പ്രവർത്തിച്ചതുമെങ്കിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ശ്രേഷ്ഠകരമായ പദ്ധതികളുണ്ട്. അത് നാം തിരിച്ചറിയണമെങ്കിൽ സ്റ്റേ ഹിയർ ഫോർ എ വൈൽ, അല്പം ഒന്ന് നിൽക്കുക. കുറച്ച് സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുക. സമർപ്പണത്തോടെ, അനുസരണയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ നാം ദൈവത്തോട് അടുക്കുന്ന പക്ഷം പുതിയ ശുശ്രൂഷയുടെയും അധികാരത്തിൻ്റെയും പ്രവർത്തന പദ്ധതികളുടെയും ചുമതല ദൈവം നമ്മുടെയും കരത്തിൽ തരും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.